ജേഷൻ ജേഷൻ ഓടാ. പ്ലീസ് കൊണ്ടുപോകരുത് ജയേഷേ. എന്നാലും ഒരു പെൺകുട്ടിയെ വിലങ്ങ് വെച്ച് നിർത്തുക എന്നൊക്കെ പറഞ്ഞ കഷ്ടമാണ് സാറേ. വർമ്മ സാറേ, ഞാൻ പിള്ളേരെ 2 ദിവസം മുമ്പ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാ. ഞങ്ങളന്ന് വലിയ ലോഹിത്തിലാ പിരിഞ്ഞത്. ജഗന്നാഥ, നീ കണ്ണടച്ചിരുട്ടാക്കണ്ട. ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്തൊക്കെയെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങി. അച്ഛൻ അയാളോട് സംസാരിക്കണ്ട. ആ കണ്ടോ, ഇതാണ് അഭിമാനബോധം. ഇങ്ങനെ വേണം പെൺകുട്ടികളായാലേ. സാറേ, പോലീസ് സ്റ്റേഷനില് ഇതുപോലുള്ളവർക്ക് പ്രത്യേക അവകാശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓ ഉണ്ടടാകില്ലേ. ഈ സ്റ്റേഷനെ ഞാൻ ജഗൻജിക്ക് എഴുതി കൊടുക്കാൻ പോവാ. നീ കൊണ്ട് കേസ് കൊടുക്കടാ. നിന്നെ നിന്റെ അച്ഛനെ ചവിട്ടി പുറത്താക്കേണ്ടതാ. പിന്നെ ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയോ? അടുത്തത് ഇവിടെ നടക്കാൻ പോകുന്ന കാഴ്ച നീ കാണണം. എനിക്കും കാണണം. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ ഓടി പടച്ച് വന്നത് തന്നെ. ഇവളുടെ വിലം കഴിച്ചു മാറ്റും. എന്നിട്ടേ ഇവിടെ ലോക്കപ്പ് കയറ്റ്. മാഡം മാഡം ജേഷൻ പ്ലീസ്, ദയവ് ഇത് ശ്യാമെ ലോക്കപ്പിൽ അടക്കരുത്. ഞാൻ കാല് പിടിക്കാം. അത് ന്യായം. കാല് പിടിക്കും. അതെ, ഒരു മിനിറ്റ്, ഞാനൊരു വീഡിയോ എടുക്കുകയാണേ. വൈറലാക്കത്തൊന്നുമില്ല, വെറുതെ സൂക്ഷിക്കാനാ. കാല് പിടിക്കടാ, പിടിക്കടാ. എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഞാനവളെ വിട്ടേക്കാം. ഇല്ലെങ്കിലേ ഞാൻ പിടിച്ചകത്തിടും. അഖിൽ സർ, സാർ എന്തായി കാണിക്കുന്നേ? എനിക്ക് വേണ്ടി ഇത്രത്തോളം താഴണോ സാർ? എന്നോടുള്ള സ്നേഹം കാരണം സാർ സാറിന്റെ അഭിമാനം പോലും മറന്നുപോയോ? വേണ്ട സാർ, കാല് പിടിക്കരുത്. നിന്നേക്കാൾ വലുതല്ല എന്റെ അഭിമാനം. എനിക്ക് ശരിയും തെറ്റും ആലോചിക്കാനുള്ളൊരു സമയമല്ല ഇത്. ശ്യാമേ, നീ എന്നെ തടയരുത്. ഞാൻ തടയും. സാർ ഇയാളുടെ കാല് പിടിച്ചാ ഞാൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിച്ചു പോയിന്ന് വരും. ഈ പെണ്ണെ, അവൻ കാല് പിടിച്ചിട്ട് നിന്നെ രക്ഷിക്കട്ടെ. വർമ്മ സാറേ, മരുമോളെ ഒന്ന് ഉപദേശിക്കേ. എടോ ജഗന്നാഥ, എന്റെ മോന് അവന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൽ ഞാൻ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. അതുപോലെ ഭർത്താവിന്റെ അഭിമാനം അടിയേറെ വയ്ക്കാതെ നോക്കുന്ന എന്റെ മരുമകളെയും ഞാൻ അതേ സന്തോഷത്തോടെ കാണുന്നു. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവര് ചെയ്തോളൂ. അവർക്ക് എന്റെ ഉപദേശം വേണ്ട. സർ, അയാളുടെ കാല് പിടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തും. ഇപ്പൊ എന്ത് തീരുമാനിച്ചു? നിന്റെ കാല് ഞാൻ പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്റെ ഭാര്യ പറഞ്ഞത് 100% ഉറപ്പോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ തിരിച്ചു വരും. എന്റെ പേടിയും സംശയവും ഒക്കെ മാറി. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കണം. ഇപ്പൊ കോടതി കഴിഞ്ഞാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാം. അവിടെ നിന്ന് ജയിലിലേക്ക് പോകും. ജയിലിലെ 2 ദിവസം. തിങ്കളാഴ്ച അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വന്നു. പിന്നെയാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. കൊണ്ടുപോ. നടക്ക് മോളെ.
ഇരുമ്പഴിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് അവര് സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇതൊക്കെ കാണാൻ ഭാഗ്യം ചെയ്യണം. ഞങ്ങളും കൂടെ ഉണ്ടാവും. ടാ മാറി നിക്കടാ. ഇതെന്തോന്ന് മണി അറിയോ? ഒരുമാതിരി പ്രേമസല്ലാപം. ഡോ ബിസി ഇനി വന്നേ. ദേ രേഖകളൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം സാർ. 1/2 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിക്കണം. ഓക്കെ സാർ. തഞ്ചല്. സാർ വിഷമിക്കാതെ. പോട്ടെ. അമ്മേ, ശ്യാമയ്ക്ക് എന്താ പറ്റിയേ? ശ്യാമയെ അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നു. മായം ചേർക്കലിനോ എന്തോ? അത് ശരി, ശ്യാമയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനാ ഉത്സാഹം. നമ്മുടെ കമ്പനി തകരാൻ പോകുന്നതിൽ ഒരു വിഷമവുമില്ല. അമ്മേ, ഞാൻ പറയാറില്ലേ, ഇവര് രണ്ടുപേരുമാ ഇതിനൊക്കെ ഉത്തരവാദികള്. ശ്യാമ കമ്പനി ചേർന്നതിന്റെ അടുത്ത ദിവസം തന്നെ പുതിയ കവർ ഉണ്ടാക്കുന്നു. ചേച്ചി അനിയത്തിയും കൂടെ അതിന്റെ ഗുണങ്ങൾ എണ്ണി പറയുന്നു. ഇതൊക്കെ ഒരു തട്ടിപ്പിനുള്ള ഒരുക്കങ്ങളാണെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഞാൻ എങ്ങോട്ടെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ആ ജ്യോത്സ്യം പറഞ്ഞത് നേരാ. ഈ വീട്ടിൽ എന്തൊക്കെയോ ശാപം കിടപ്പുണ്ട്. ജ്യോത്സ്യം പറഞ്ഞതുപോലെ ഏതോ ഒരു സ്ത്രീയുടെ കണ്ണീര് വീണിട്ടുണ്ട്. ഏത് സ്ത്രീയുടെ കണ്ണുനീരാണെന്നൊക്കെ എനിക്കറിയാം. അറിയാമെങ്കിൽ അതൊന്ന് പറ. പറയണോ? വേണ്ട, ഈ ബോംബ് പെട്ടെന്ന് അങ്ങനെ പൊട്ടിക്കണ്ട. ഇവിടെ ആരുടെയും കണ്ണീര് വീഴ്ന്നിട്ടില്ല. അഥവാ വീഴ്ന്നിട്ടുണ്ടെങ്കിലേ ആ പാവം ശ്യാമയുടെ കണ്ണീരമ്മേ. ഇപ്പൊ തന്നെ അവള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തിനായി ഈ അറസ്റ്റ്. അമൃതയെടുത്ത് വെറുതെ അവളെ രക്ഷിക്കാൻ നോക്കണ്ട. ഈ കുടുംബത്തിന് മുഴുവൻ അവള് കുഴപ്പമുണ്ടാക്കി വെക്കും. പല നാൾ കള്ളി ഒരു നാൾ വലയില്, അങ്ങനെയും പറയുമല്ലോ. അവൾ അവസാനം വലയിലായി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, മനസ്സിൽ പോലും ചിന്തിക്കാത്ത ശ്യാമയ്ക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഐശ്വര്യ. ഓ, ഒരു കോടതി അവളെ ശിക്ഷിക്കാൻ പോകുന്നില്ല. വലയിലാകാൻ പോകുന്ന ചില കള്ളികൾ പുറത്തുണ്ട്. അവരകത്താകുന്ന ദിവസം അധികം വൈകാതെ നമ്മുടെ മുമ്പിലെത്തും. ശ്യാമ വല്ലാത്ത ആത്മവിശ്വാസത്തിലാ പോയിട്ടുള്ളത്. രാത്രി ഇവിടെ വന്നിട്ടാ ഭക്ഷണം കഴിക്കുന്നതെന്നും പറഞ്ഞു. അത്ര ഉറപ്പോടുകൂടി അവള് പോയേ. ശ്യാമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അങ്ങനെ തന്നെ സംഭവിക്കുമേ. കോടതി അവളെ നിരപരാധിയാണെന്ന് മനസ്സിലാക്കും. അതെ, ഒന്നിന്നെ പറഞ്ഞൊക്കെ അറിയാലോ. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഓവർ ഷൈൻ ചെയ്യാൻ പോയാല് നീ പിന്നെ ഭൂമിയിലുണ്ടാവില്ല. ദേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് അതുപോലെ അങ്ങ് പറഞ്ഞോണം. പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടതെന്നും പോലീസിനെ കുറിച്ച് പരാതിയില്ലെന്നും അങ്ങനെയൊക്കെ വേണം പറയാൻ. സാർ പേടിക്കണ്ട, ഞാൻ സത്യമായ കാര്യങ്ങൾ അതുപോലെ പറയും. സത്യമായാലും കള്ളമായാലും നിനക്ക് ജാമ്യം കിട്ടുമെന്ന് നീ കുടിച്ച വെള്ളത്തിൽ പോലും വിചാരിക്കണ്ട. സാർ എന്തായാലും ശരി, ഞാൻ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും.
ശ്യാമേ, മോളെ, വക്കീൽ വന്നിട്ടുണ്ട്. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ആ, അച്ഛാ ഇത് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ. നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കുക. മതി മതി, നടക്ക്. ഓക്കേ. സർ, ഗുഡ് ഈവനിങ് സർ. ഓക്കേ. സാർ, മരണം സംഭവിച്ചിട്ടുണ്ടോ? 16 പേർ ആശുപത്രിയിലാണ് യുവർ ഓണർ. 2 പേരുടെ നില ഗുരുതരവാ. സാർ, വകുപ്പ് 16(b) ആണ്. വളരെ കാലമായി ഈ കമ്പനി ഈ രീതിയിലാണ് യുവർ ഓണർ പ്രവർത്തിക്കുന്നത്. ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾക്ക് കാരണമാകുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഡീറ്റെയിൽസ് എവിടെ? ഇയാളാണോ പ്രതി? അതെ സാർ. നാട്ടുകാരുടെ ജീവൻ വെച്ച് വേണം ലാഭം ഉണ്ടാക്കാനല്ലേ? യുവർ ഓണർ, അത് ഒന്നും കേൾക്കണ്ട. വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ വീട്ടിൽ ഈ കറി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഈ വാർത്ത കണ്ടതോടെ എന്റെ ഭാര്യ ഷോക്കിലാണ്. സർ, മുൻകൂർ ജാമ്യാപേക്ഷയാ. വേണ്ട വേണ്ട വേണ്ട, മുൻകൂർ ജാമ്യം ഇല്ല. നേരെ ജയിലിൽ പോട്ടെ. സർ, അതിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. രണ്ടു ഭാഗവും കേട്ടിട്ട് തീരുമാനത്തിലെത്താൻ ഞാൻ കോടതിയോട് അപേക്ഷിക്കുക. സാർ, അഭിനയിക്കാൻ മിടിക്കാണ് സാർ. മായം ചേർത്ത് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അതൊക്കെ നഷ്ടമാവാൻ പോകുന്നതിന്റെ പേടിയാ സാർ ഇവർക്ക്. കോടതിയോടുള്ള എല്ലാ ബഹുമാനത്തോടെയും ഞാൻ ബോധിപ്പിക്കുക. സർ, ഒട്ടും പേടിയില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കൊരു തരിമ്പ് പോലും പേടിയില്ല. കാരണം സത്യത്തെ ജയിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ധർമ്മത്തെ അദ്ദേഹം കൈവിടില്ല. അതുകൊണ്ട് തന്നെ എന്നെയും കൈവിട്ട് കളയില്ല. ദൈവമല്ല, കോടതിയെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും തെളിച്ചു പറ. എത്രയോ വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം നടത്തിക്കൊണ്ടുവന്ന കമ്പനി അത്. ഇക്കാലം അത്രയും സൽപ്പേര് കാത്തു സൂക്ഷിച്ച് തന്നെയാ പോയത്. ഒരു ചെറിയ ആരോപണം പോലും ഉണ്ടായിട്ടില്ല. മുമ്പ് ആരോപണം ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഇപ്പൊ രക്ഷപ്പെടാനുള്ള പിടിവള്ളി ആക്കണ്ട. അതറിയാം സർ. ഞാൻ പറയുന്നത് കമ്പനിയുടെ നയം അത് സത്യവും ന്യായവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് സർ. ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയം ഇവർ പാഴാക്കുക. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. സർ, മായം ചേർത്തവയാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത പാക്കറ്റുകൾ ദയവായി അങ്ങൊന്ന് പരിശോധിക്കണം. തൊണ്ടി മുതൽ എവിടെ? ദാ സാർ. അവിടെ വെക്കേ. സർ, ഈ കവറുകൾ ഇത് വ്യാജമാണ്.
കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ കമ്പനിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ ഡിസൈൻ അവരനുകരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണിതൊക്കെ. കൃത്രിമമായി കവറുകൾ ഉണ്ടാക്കി അതിൽ വ്യാജമായിട്ടുള്ള മസാല നിറച്ചു. ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണോ? ഇത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്നതിന് തെളിവെന്താ? യഥാർത്ഥ കവറിന്റെ ഉൾവശത്ത് ചെറുതായി ഒരു ശ്രീകൃഷ്ണ മുദ്ര ചേർത്തിട്ടുണ്ട്. അതെ സർ, ഞാൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തയാണ്. ഞാൻ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് ചാർജ് എടുത്തപ്പോൾ എൻ്റെതായ ഒരു തീരുമാനം ഞാൻ നടപ്പിലാക്കി. ഒരു കൃഷ്ണമുദ്ര ചേർക്കുക. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തായിട്ടാണ് ഞാൻ ചേർത്തത്. ഞങ്ങളുടെ കറി പൗഡർ പാക്കറ്റുകൾ വ്യാജമായിട്ട് അച്ചടിച്ചവർ അറിഞ്ഞില്ല അതിൽ ദൈവം ഉണ്ടെന്ന്. യുവർ ഓണർ, ഇത് കോടതിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇവരുടെ അടവാണ്. പുറത്തിറങ്ങി ശ്രീകൃഷ്ണ മുദ്രയുള്ള കവർ ഇവർ പ്രിന്റ് ചെയ്യും. അങ്ങനെ രക്ഷപ്പെടാനായിരിക്കും സാർ ഇവരുടെ ചിന്ത. ഒരിക്കലുമല്ല സർ. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ സാർ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വീട്ടിലും ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തെളിവ് അങ്ങയുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ അത് പരിശോധിച്ചാൽ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ. കോടതിയുള്ള വീട്ടിൽ തന്നെ തെളിവെടുക്കാന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയെ കളിയാക്കാണ് ഇവർ ചെയ്യുന്നത്. കോടതിയെ പക്ഷം ചേർക്കാൻ ശ്രമിക്കുകയാണ് ഇവര്. അത്ര വലിയ പക്ഷം ചേർക്കലൊന്നുമല്ല. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും ഞാൻ റിപ്പോർട്ടിൽ എഴുതിക്കോളാം. പ്രമോദേ, സാർ. ഒന്ന് ശരി സാർ. യുവർ ഓണർ, ഇതില് വ്യക്തിപരമായ താല്പര്യം കാണിക്കരുത്. നിങ്ങൾക്കെന്താ ഒരു പേടി പോലെ? സാർ. ആ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അതാ പറഞ്ഞത് സാർ, പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ മുദ്ര അടിച്ചു വച്ചിരിക്കുന്നത്. സാർ, ഞാനൊന്ന് സർ, ഇനി കൊണ്ടുവന്ന ആ കവറുകളൊന്ന് പരിശോധിക്കണം. ആ തെളിവെടുക്ക്. സാർ, ഇതാ സാർ. ഇതിലൊന്നുമില്ലല്ലോ. പോലീസേ, താനും നോക്കിയേ. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് കോടതിക്ക് തോന്നുകയാണ്. കോടതിയോട് എനിക്ക് ഒരു കാര്യം കൂടി ഉണർത്തിക്കാനുണ്ട്. എന്താണ്? പറഞ്ഞോളൂ. എന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ഭർത്താവിന്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ആളാ. ഭർത്താവിന്റെ കുടുംബവുമായി
നേരത്തെ തന്നെ ചില ശത്രുതകൾ വച്ചു പുലർത്തുന്ന ആളാ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ.